നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ചിഹ്നം പോകും എന്ന് ഏതാണ്ട് ഉറപ്പായ കമ്മ്യൂണിസ്റ്റുകൾ ആകെ വിരളി പിടിച്ച് നടക്കുകയാണ്. അവസാന അഭ്യാസം എന്ന നിലയിൽ എന്തൊക്കെയോ അവർ പടച്ചു കൂട്ടുന്നുണ്ട്, ചിലതൊക്കെ അവർക്ക് തന്നെ സെൽഫ് ആവുന്നുമുണ്ട്. അതിൽ ഒരെണ്ണത്തിനെ പറ്റി ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അടുത്ത ഈസ്റ്ററിന് ബീഫ് വേണോ കോളിഫ്ലവർ വേണോ എന്ന തരത്തിൽ ഒരിക്കൽ തേഞ്ഞു പഴകിയ അതേ സംഗതി കൊണ്ടുവന്ന് വീണ്ടും വന്നു. എം.പി. രാജേഷാണ് അത് പോസ്റ്റ് ഇട്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം പോസ്റ്റ് മുക്കി അദ്ദേഹം ഓടി. അതിനുശേഷം ഇപ്പോൾ പുതിയൊരു സംഗതി കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ, ഇടതുപക്ഷം ഉണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആകെ ഇടതുപക്ഷം ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളമാണോ ഇന്ത്യ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കാൻ പാടില്ല. ഈ ഇടതുപക്ഷം ഇല്ലാത്ത മറ്റു ഇടങ്ങളിലും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്. ഇന്ത്യ എന്ന വലിയ രാജ്യം, അതിൻ്റെ വളരെ ചെറിയ ഒരു പ്രദേശമായിട്ടുള്ള കേരളത്തിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഉള്ളത്. അപ്പോൾ ഇടതുപക്ഷം ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം എന്ന് മനസ്സിലാവുന്നില്ല. ഈ ഇടതുപക്ഷം ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ തന്നെ ബഹുഭൂരിപക്ഷവും. ഇന്ത്യയിൽ തന്നെ ജനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 പേർക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്നത്. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇടതുപക്ഷം ഉണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്ന അടുത്ത ഒരു നെഗറ്റീവുമായിട്ട് അവർ വന്നിട്ടുണ്ട്. അവരങ്ങനെ ഓരോ സമയത്തും ഓരോ അഭ്യാസമായിട്ട് വരും. നേരത്തെ ഇതിലൊക്കെ പലരും ജനങ്ങൾ പോയി മുഖം കുത്തി വീഴുമായിരുന്നു. ഇത്തവണ പക്ഷേ അത്തരം അഭ്യാസത്തിലൊന്നും വീഴും എന്ന് തോന്നുന്നില്ല. ആദ്യം തന്നെ ഈ അടുത്ത ഈസ്റ്ററിന് ബീഫ് വേണോ അതോ കോളിഫ്ലവർ വേണോ എന്ന ഒരു ചോദ്യമായിട്ട് അവർ വന്നപ്പോൾ തന്നെ അതിന് ബദലായിട്ട് ട്രോളന്മാർ ട്രോൾ ഇട്ട് കൊടുത്ത സംഗതിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് ഈനാമ്പെച്ചി വേണോ അതോ മരപ്പെട്ടി വേണോ എന്ന തരത്തിലായിരുന്നു. ഈ വരുന്ന 26-ന് തീരുമാനിച്ചോളൂ എന്ന തരത്തിൽ അത് തിരിച്ചങ്ങോട്ട് അടിച്ചു. ഇത് കണ്ടിട്ടാവാം ഒരുപക്ഷെ എം.പി. രാജേഷ് പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടിയത്. അപ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് CPM അടക്കമുള്ള ഇടതുപക്ഷക്കാർ വന്ന് നിൽക്കുന്ന എന്നൊരു കാഴ്ച നമുക്ക് കാണാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ഈ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഊറ്റം കൊണ്ടിരുന്നു. അവരാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത പാർട്ടിക്കാർ എന്ന തരത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണ് നമുക്കത് മനസ്സിലായത്, ഇത്ര ശതമാനം വോട്ടും പെർസെൻറ്റേജ് ഇല്ലാത്ത പാർട്ടിക്കൊന്നും ഈ സംഗതി വാങ്ങാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ടാണ് ഇതിന് കിട്ടാഞ്ഞത്. അല്ലാതെ ഇവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടൊന്നുമല്ല കിട്ടാഞ്ഞത്. കാരണം 1.5 പതിറ്റാണ്ടിന് മുമ്പ് തന്നെ EP ജയരാജൻ വഴി സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ ദേശാഭിമാനിക്ക് ബോണ്ട് വാങ്ങിയ ടീമാണ്. ഒരുപക്ഷെ ഈ ബോണ്ട് എന്ന സംഗതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് പോലും ഈ ഇടതുപക്ഷമായിരിക്കും. അവർ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ സംഗതിയിൽ ഇല്ല എന്ന് അവർ തന്നെ മേനിനടിക്കുമ്പോൾ അത് അവർക്ക് ഉള്ളതുകൊണ്ട് അതിനകത്തുനിന്ന് മാറി നിന്നല്ല, അവർക്ക് അതിനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട് കിട്ടാഞ്ഞതാണ്. അതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പേരിൽ പോലും അവർ മേനിനടിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു വലിയ ഭീകരമായിട്ടുള്ള, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു സത്യം അവരുടെ മുന്നിൽ നിന്ന് അവരെ കോക്കറി കാണിക്കുന്നുണ്ട്. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു നിശ്ചിത അളവിലുള്ള വോട്ട് ശതമാനമോ 3ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് MP-മാരോ ഇല്ല എങ്കിൽ അവരുടെ ദേശീയ പദവി എന്ന സ്ഥാനം പോകുമെന്നും അവരുടെ ചിഹ്നം തന്നെ അവർക്ക് നഷ്ടപ്പെടുമെന്നും അവർക്ക് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വല്ല മരപ്പട്ടിയോ എലിപ്പെട്ടിയോ അല്ലെങ്കിൽ ഈ ഈനാമ്പേച്ചിയൊക്കെ അവരുടെ ചിഹ്നമായിട്ട് അവർക്ക് സ്വീകരിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയും ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് അവർ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കാൻ നോക്കുന്നു. അതിനുവേണ്ടി അടുത്ത ഈസ്റ്ററിന് ബീഫ് വേണോ കോളിഫ്ലവർ വേണോ എന്ന് ചോദിക്കുന്നു. അടുത്തതായിട്ട് ജനാധിപത്യ വിശ്വാസികൾ, അതായത് ഇതിലൊന്നും ഈ നിഷ്കളങ്കരായിട്ടുള്ള കുറേ ആളുകളുണ്ട്, പാർട്ടി അടിസ്ഥാനത്തിലല്ലാതെ ചിന്തിക്കുന്ന, അപ്പോഴത്തെ ആ മനോധർമ്മം അനുസരിച്ച് വോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. പലപ്പോഴും പല തെരഞ്ഞെടുപ്പും വിധി തീരുമാനിക്കുന്നത് തന്നെ അവരാണ്. അപ്പോൾ അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് ഈ ഇടതുപക്ഷം എവിടെ മാത്രമുള്ളൂ? കേരളത്തിൽ മാത്രമാണുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് അവരെ തന്നെ കൊഞ്ഞനം കുത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരം അഭ്യാസങ്ങളായിട്ട് വരട്ടെ. ഈ 2 നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി നാളെ എന്തായിരിക്കും അവർ പുറത്തിറക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.